മാർച്ച് 28-നായിരുന്നു മ്യാൻമറിനെ നടുക്കിയ ഭൂകമ്പമുണ്ടായത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ വമ്പൻ ഭൂചലനത്തിൽ 2000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന കണക്കുകൾ. 334 അണുബോംബുകളുടെ ശക്തിയായിരുന്നു ഈ ഭൂചലനത്തിനെന്ന് അമേരിക്കൻ ജിയോളജിസ്റ്റായ ജസ് ഫീനിക്സ് CNN-നോട് പറഞ്ഞു. സമീപ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒന്നായിട്ടാണ് മ്യാൻമർ ഭൂചലനത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. 334 അണുബോംബുകൾക്ക് തുല്യമായ ഊർജം പുറത്തുവിട്ട ഇതിന്റെ തുടർ ചലനങ്ങൾ മാസങ്ങളോളം പ്രദേശത്ത് നിലനിൽക്കുമെന്നും ജിയോളജിസ്റ്റ് ജസ് ഫീനിക്സ് പറയുന്നു. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് മ്യാൻമറിന് താഴെയുള്ള യൂറേഷ്യൻ പ്ലേറ്റുമായി ഇടിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ ഇത് തുടർന്നും സംഭവിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാരക ശക്തിയുണ്ടായിരുന്ന ഭൂകമ്പം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ടാലയിലെയും മ്യാൻമറിലെ മറ്റ് പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ രക്ഷപ്പെടുത്താമെന്ന പ്രതീക്ഷയും മങ്ങുന്നുണ്ട്. മ്യാൻമറിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം ഉൾപ്പെടെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങൾക്കപ്പുറം പ്രദേശത്തെ കഠിനമായ ചൂടും രക്ഷാപ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയാണ്. നിലവിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്ത ചൂടിൽ മൃതദേഹങ്ങൾ അഴുകുന്നത് കൂടുമെന്നും ഇതുമൂലം ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്നും AFP റിപ്പോർട്ട് ചെയ്യുന്നു.